ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റമദാൻ വിഷു ആശംസകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റമദാൻ വിഭവമായ വടക്കൻ മലബാറുകളിൽ സജീവമായിട്ടുള്ള റമദാനിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായിട്ടുള്ള തരിക്കഞ്ഞി, തരികാച്ചൽ എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പിയാണ്. അതോടൊപ്പം തന്നെ വിഷുവിൽ സദ്യയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന വിഭവമാണ് രസം. അപ്പോൾ ഈ രസവും നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ആദ്യം നമുക്ക് രസത്തിൽ തുടങ്ങാം. അപ്പോൾ രസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളക്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വാളൻപുളി, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ താളിക്കാൻ ആവശ്യമായിട്ട് കുക്കിംഗ് ഓയിൽ, കടുക്, പിന്നെ പാകത്തിന് ഉപ്പ്, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിക്കായം. ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് മുറിച്ചെടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് രസം ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇനി കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നല്ലോണം ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വലിയ അല്ലിയാണെങ്കിൽ ഒരു 3-4 എണ്ണം മതി. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി എരിവിനാവശ്യത്തിന്, കറിക്കായം 1/4 ടീസ്പൂൺ. ഇത് ചേർത്തിട്ട് ഈ മസാലേൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. മസാലയൊന്ന് മൂത്ത് വരുമ്പോൾ പുളി നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ഇതേപോലെ ഞെരടി ആ പുളിയുടെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. രസം എപ്പോഴും കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാവുക, കുറുകിയിട്ടല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പൊന്നും കൂടി നോക്കുക. കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ രസമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ രസം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക, കുറച്ചുകൂടി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ രസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സദ്യയിലെ ഏറ്റവും അവസാനത്തെ വിഭവമാണെങ്കിലും ഇതുണ്ടെങ്കിൽ സദ്യ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ വിഷുവിന് എല്ലാവരും ഇതേപോലെ രസം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റംസാൻ വിഭവമായ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ തരിക്കഞ്ഞിയിലേക്ക് ആദ്യം വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റവയാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര, 2 ചെറിയ ഉള്ളി, കാഷ്യൂനട്ട്, മുന്തിരി, പാല്, കുറച്ച് നെയ്യ്, 1 നുള്ള് ഉപ്പ്. ആദ്യം നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കാൻ വെക്കാം. പിന്നെ നമുക്ക് പാലിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം റവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാലെടുത്തിട്ടുള്ളൂ അതുകൊണ്ട്. അപ്പോൾ ചിലർക്ക് തരിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ രീതിയിലാണ് വേണ്ടത്, ചിലർക്ക് കുറച്ച് വെള്ളത്തോട് കൂടി കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് റവയൊന്ന് വെന്ത് വരുന്ന വരെ വെക്കാം. അപ്പോൾ ഈ റവയൊന്ന് വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കട്ട കൂടാതെ നോക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മളെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിലും കുറുകിയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി റവ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം. ഇപ്പോൾ താളിക്കാൻ വേണ്ടി നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾ തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മളെ തരിക്കഞ്ഞി അടിപൊളിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ നെയ്യിൽ വറവിടുന്നതാണ് കേട്ടോ. അപ്പം നെയ്യ് പറ്റാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നെയ്യിൽ വറവിടുന്നതാണ്. ആ ചെറിയുള്ളീൻ്റെ ഫ്ലേവറൊക്കെ ആ നെയ്യിൽ വരുമ്പം
നല്ലൊരു ഫ്ലേവറാണ്. ഞങ്ങൾ മലബാറികൾക്ക് ഈ തരിക്കഞ്ഞി ഇല്ലാത്തൊരു നോമ്പ് തുറക്കലില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ 2 റെസിപ്പിയും ഫസ്റ്റ് കാണിച്ച രസവും തരിക്കഞ്ഞിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആയിട്ട് ഒരു വിഷു റംസാൻ ആശംസകൾ. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് അടുത്ത തവണയും കാണാം. ബൈ ബൈ.